ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ദേ ഇവിടെ കുവൈറ്റിലെ നാഷണൽ ഡേ ആണ്. 25th 26th. അപ്പോൾ ഞങ്ങൾക്ക് ലീവാണ്. അപ്പോൾ ഇന്നലെ 24-ന് ഞങ്ങളുടെ റൂമിലെ റിൻസിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കേക്കൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഗ്യാസ് തീർന്നുപോയി റൂമിൽ. അപ്പോൾ എന്ത് ചെയ്തു, ഇന്നിപ്പോൾ രാവിലെ അവൾ എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ കേക്കിൻ്റെ പരിപാടിയൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ബാറ്ററൊക്കെ ആക്കി, എന്നിട്ട് നമ്മുടെ ഓവനൊക്കെ ക്ലീൻ ചെയ്ത് അതിനകത്തേക്ക് എടുത്ത് വെച്ചു. കേക്കിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ടിന്നൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പാത്രത്തിലൊക്കെ തന്നെയാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇതേ ചോക്ലേറ്റൊക്കെ സെറ്റാക്കി. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നു കേട്ടോ. വിചാരിച്ചതിലും ഭയങ്കര പൊക്കം വെച്ചു. ഇത്രയും പൊക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ആ ഓട്ടയുണ്ടല്ലോ, അത് ഞാൻ കത്തിയല്ല സ്പൂൺ വെച്ച് കുത്തിയതാണ് കേട്ടോ. അങ്ങനെ ഇതേ കഷ്ടപ്പെട്ട് ഞാനിത് രണ്ടാക്കി മുറിച്ചു. ഈ മുറിക്കുന്നതിനിടയ്ക്ക് അമൃത പറഞ്ഞു നൂലൊക്കെ വെച്ചിട്ട് മുറിക്കാമെന്നൊക്കെ, പക്ഷേ അതൊന്നും നടന്നില്ല. അവസാനം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് മുറിച്ചിങ്ങോട്ട് എടുത്തു. ഭയങ്കര കട്ടിയായിരുന്നു കേക്കിന്, ഇത്തിരി വലിപ്പം വെച്ചു. അങ്ങനെ ഞാനിത് മെൽറ്റ് ചെയ്ത് ചോക്ലേറ്റൊക്കെ അതിനകത്ത് ഒഴിച്ചു. കുറച്ചുകൂടെ ഭയങ്കര ലൂസായി പോയിട്ടോ ചോക്ലേറ്റ്. ആക്ച്വലി ഇത്രയും ലൂസ് വേണ്ടായിരുന്നു, അതുകൊണ്ട് അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരികയായിരുന്നു. കുറച്ചുകൂടെ ടൈറ്റ് ആയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ വൃത്തിക്ക് നിന്നേനെ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ സെറ്റാക്കി. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഏതാണ്ട് ഇത്തിരി ചെരിഞ്ഞിരിക്കുന്നു അല്ലേ? കുഴപ്പമില്ല. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവരും. കേക്ക് കണ്ടോ, അമൃതയൊക്കെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടോ? അങ്ങനെ കേക്കൊക്കെ സൂപ്പറായി. ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇനി ഞങ്ങളുടെ അടുത്ത പരിപാടി അവന്യൂസ് മോളിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നാഷണൽ ഡേ ആയതുകൊണ്ട് ലീവൊക്കെ ആയതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ റെഡിയാകാൻ വേണ്ടി ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചു. ഈ 4 പേര് ചേർന്ന് പുറത്ത് പോകുകയെന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും, കണ്ണാടിക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും മുട്ടുമായിരിക്കും. അതുകൊണ്ട് ഓരോ സൈഡിൽ നിന്നിട്ടായിരിക്കും ഞങ്ങളുടെ ഒരുക്കമൊക്കെ. ഞാനിപ്പോൾ അടുക്കളയിൽ നിന്നിട്ടാണ് ഒരുങ്ങുന്നത്. അങ്ങനെ ഞാനും ദീപ്തിയുടെ അവസാനം എല്ലാം മൽപ്പിടുത്തം കഴിഞ്ഞ് ഒരുങ്ങിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞങ്ങളുടെ ഫോട്ടോ സെഷൻ പരിപാടിയാണ് കേട്ടോ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫോട്ടോ സെഷൻ മസ്റ്റാണ്. ബാക്കി 2 പേരെ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഇതേ ബസ്സിലേക്ക് ചാടിക്കേറി. ഇനി ബസ്സിലാണ് ഫോട്ടോ പരിപാടി. നാഷണൽ ഡേ ആയതുകൊണ്ട് പോകുന്ന വഴിക്കല്ലേ ഇതുപോലെ ഫ്ലാഗ് ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ അവസാനം നമ്മൾ മാപ്പെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ അവന്യൂസ് മോളിൽ എത്തി കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള പൂക്കളൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവന്യൂസ് മോളിലെത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നടന്നു, ഒരു വെളിവുമില്ലാതെ. മോള് ഒരുപാട് വലിപ്പമാണ് കേട്ടോ. പിന്നെ അവിടെ എന്തോ പിള്ളേരുടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് അവസാനം മോളിൽ കയറി. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു മോളാണ്. പിന്നെ ഇവിടെ എല്ലാവിധ സാധനങ്ങളും കിട്ടും. എല്ലാം നല്ല കമ്പനി ഐറ്റംസാണ്. എല്ലാം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. മേക്കപ്പ് പ്രോഡക്റ്റ്, ഡ്രസ്സ്, എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു കേട്ടോ മോളിലൊക്കെ. പിന്നെ ഇവിടുത്തെ മോളെല്ലാം നല്ല ലൈറ്റ് വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുക. ഞങ്ങളിപ്പോൾ പകലായതുകൊണ്ട് ലൈറ്റിംഗ് ഒന്നുമില്ല.
പക്ഷെ നല്ല സൂപ്പറാണ്. അതിനുശേഷം ഞങ്ങളിതേ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു. പിന്നെ ഇതേ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവസാനം ഞങ്ങൾ ഇക്കയിലെത്തി. ഇതേ കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഒരുപാട് ഹോം ഡെക്കോസ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. പലതരം മിറേഴ്സ്, വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല ലൈറ്റിങ്, എല്ലാവിധ സാധനങ്ങളും ഇവിടെയുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. എല്ലാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം നല്ല എന്താ പറയുക, ഇതൊക്കെ വാങ്ങണം എന്നൊക്കെയുള്ളൊരു ഇഷ്ടം തോന്നി. പിന്നെ നമുക്കിവിടെ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല. എല്ലാതേ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു 6-6:30 ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ നല്ല ലൈറ്റിങ് പരിപാടിയൊക്കെ കണ്ടത്. നല്ല രസമാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയുള്ള, അതായത് ഇവിടുത്തെ കുവൈറ്റിലെ പതാകകൾ വെച്ചിട്ടാണ് ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പച്ചയും വെള്ളയും ഓറഞ്ചും പിന്നെ ബ്ലാക്കും എല്ലാം കലർന്ന് നല്ല ഭംഗിയാണ് രാത്രി ഈ കുവൈറ്റ് നഗരം കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ കറക്കമൊക്കെ കഴിഞ്ഞ് സാൽമയിൽ വന്നു. വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാത്തത് കാരണം സാൽമയിൽ ടീ ഗ്രിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അവിടേക്ക് വന്നു. ഇവിടുത്തെ ഫുഡ് ഞങ്ങൾ ഒരിക്കൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കേട്ടോ, ബീട്രൂട്ട് ജ്യൂസ്. സൂപ്പർ ജ്യൂസാണ്. അങ്ങനെ ജ്യൂസ് എല്ലാം കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സൊക്കെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഹലോ ഫെബ്രുവരി ആയതുകൊണ്ട് ഒരു വലിയൊരു പ്ലേറ്റ് പ്ലാറ്റേഴ്സിൻ്റെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതിലാദ്യം നമുക്ക് സൂപ്പ് വന്നു. പിന്നെ 2 ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു. പിന്നെ 4 വെറൈറ്റീസ് ഗ്രിൽഡ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം 4 വെറൈറ്റീസാണ് കേട്ടോ. കാന്താരി ചിക്കനോ അങ്ങനെ എന്തൊക്കെയോ സൂപ്പറായിരുന്നു. പിന്നെ ഒരു ചെറിയ അല്ലാതെയും ചിക്കൻ്റെ വെറൈറ്റി അതിനകത്തുണ്ടായിരുന്നു. പിന്നെ കുബൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്താണ്ടൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാം നല്ല ആസ്വദിച്ച് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വ്ളോഗ് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.